ഞാൻ നേരത്തെ പറഞ്ഞു രഞ്ജിനി കാസറ്റിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഓണപ്പാട്ട് ചെയ്തേക്കുന്നത്. ഓണപ്പാട്ടുകളെല്ലാം വെറും ഓണത്തിന് വേണ്ടി പൂവേ പുലി അല്ലെ മാവേലി വന്നു ഇങ്ങനെയൊന്നും അത് മാത്രമല്ല, ഓരോ സിനിമയുടെ ഓരോ സിറ്റുവേഷനും കൂടി വെച്ചിട്ട് ഞങ്ങളൊരു 5 പാട്ട് ഓണത്തിൻ്റെ ചെയ്യും, അല്ലാത്തത് ഇങ്ങനെയും ചെയ്യും. അങ്ങനെ ഒരു മെലഡി ചെയ്തതാണ് എൻ്റെ ഒറിജിനൽ കാതിൽ പൂവിൻ്റെ. പിന്നീട് സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതാണ് കള്ളിപ്പൂങ്കുവിലെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്ട്രക്ചർ ഞാൻ പാടാം. ആദ്യം എഴുതിയത് ഷിബു ചക്രവർത്തിയാണ് രഞ്ജിനി കാസറ്റിന് വേണ്ടി. രണ്ടും എം ജി ശ്രീകുമാർ തന്നെ പാടിയിരിക്കുന്നത്. 1 2 3 1 2 3 4 1 2 3 1 കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത് മഴമുകിലിൻ താലവൃന്ദത്തോപ്പിൽ കനവുകളാ കണ്ണിൽ സ്വപ്നം എഴുതി നീ കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്. അപ്പോൾ രഞ്ജിനി കാസറ്റിൻ്റെ ഓണ കമ്പോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആഘോഷമാണ്. ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറം ആഘോഷമാണ്. ഡെന്നീസ് ജോസഫിൻ്റെ റൂമിലാണ് അയാൾ സൗകര്യം ചെയ്ത് തന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാവും. ഷിബു ചക്രവർത്തി ഇല്ലാണ്ടിരിക്കാൻ പറ്റാതെ അദ്ദേഹമാണല്ലോ എഴുതുന്നത്. ഉസ്മാൻ സംഗീതം മുഴുവൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറ്റി തിരിച്ചു വെച്ചേക്കുന്ന ഒരാളാണ്. കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം കേൾക്കും. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയും. പിന്നെ ഞാനും ജ്യേഷ്ഠനും ഇത്രയും പേരുണ്ടാകും. കൂടാണ്ട് ഒരു നിവൃത്തിയുടെയും മമ്മൂക്ക വരും. മമ്മൂക്കൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ഉണ്ടാവും, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മുടെ ഗായത്രി അശോകൻ ഉണ്ടാവും. ഇങ്ങനൊരു ആഘോഷമായിരിക്കും കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യണത്. ഒരു ദിവസം ഉസ്മാൻ വന്നു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടായിക്കോളും. അപ്പോൾ ഷിബു ചക്രവർത്തിന് ഞാനുണ്ട്, ചേട്ടനുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ്. മമ്മൂക്കയില്ല, ആരുമില്ല, ഡെന്നിസ് ജോസഫും ഇല്ല. അപ്പോൾ ഷിബു പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഒരു പാട്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിക്കോ, അപ്പോൾ ഒരു സ്വസ്ഥമായിട്ട് നമുക്കിട്ട് വേറെ ആരും കേൾക്കൂലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ അറിയാം, ഈ ഒരു പാട്ട് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ബ്ലോക്ക് വരാൻ പാടില്ല. ഒരാളുടെയെങ്കിലും മുഖത്തോട് നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമതുണ്ടാക്കണം. ഇതങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഫ്രീ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോന്നു. അപ്പോൾ എന്തുണ്ടാക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, നമുക്ക് ഓണപ്പാട്ടല്ലേ, ഒരു വള്ളപ്പാട്ട് പിടിച്ചാലോ എന്ന് പറഞ്ഞു. ആ വള്ളപ്പാട്ട്. അപ്പോൾ വള്ളപ്പാട്ട് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു വിഷ്വൽ സിനിമ ഇങ്ങനെ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു നേരിട്ടൊരു സംഭവം കാണുന്ന പോലെ വിചാരിച്ചാലേ എന്തെങ്കിലും ഒരു ഈണം വരുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു സ്വഭാവം പണ്ട് പോലെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വള്ളത്തിന് ഇങ്ങനെ വള്ളം കളിക്കാൻ ഇങ്ങനെ ആഞ്ഞ് തുഴയണ ഒരു സീനിങ്ങനെ അവസാനത്തെ ആ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിലേക്ക് വരണ ഒരു ആവേശം, ആൾക്കാരിങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ ഒച്ചയെടുക്കണം, ഹോയ് 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 എന്നുള്ള ഒച്ചയെടുക്കണം. ആ ഒരു സംഭവം മനസ്സിലിങ്ങനെ വന്നു. അപ്പം ഞാനോ ചേട്ടനോ ആരോ ജുംന ജുംന തക്ക തക്ക തിമ്മി താത്തോ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. ആ പറഞ്ഞു ഷിബു അത് കൊള്ളാം, പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നൊരു രൂപം വന്നു, ജുംന ജുംന തക തക തിമ്മി താത്തോ തെയ്യാരേ തക തെയ്യാരേ. വായ്ത്താരിയാണല്ലോ വള്ളപ്പാട്ടിൽ, അത് ഇല്ലാണ്ട് പറ്റൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു പല്ലവി ഉണ്ടാക്കി ഞാൻ കൊടുത്തു. പല്ലവി ഉണ്ടാക്കി ട്യൂണൊക്കെ കിട്ടി. ആ പല്ലവി പുള്ളി എഴുതാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് ജുംന ജുംനക്ക് ഇതേ പഞ്ചുള്ളൊരു സാധനം എഴുതി ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞു. എന്ത് ചെയ്തിട്ടും പുള്ളിക്ക് ജുംനയുടെ മുകളിൽ ഒരു പഞ്ചുണ്ടാക്കാൻ മലയാളത്തിൽ പറ്റണില്ല. അവസാനം ഷിബു പറഞ്ഞ് ഞാൻ തോറ്റ്, ജുംനക്ക് ജുംന തന്നെ മതി, അതൊരു പുതിയ വായ്ത്താരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ജുംന ജുംന എന്നുള്ള വാക്ക് ഇതിൽ തുടങ്ങാനുള്ള കാരണം. ശ്രീകുട്ടനാണ് അത് പാടിയത്. ശ്രീകുട്ടനൊക്കെ എപ്പോൾ കാണുമ്പോഴും ജുംന ജുംന എന്നോട് ഓർപ്പിച്ച് പറയും. ആ ഒരു പാട്ട് പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഒരു പ്രത്യേകത രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് പാടാം. ജുംന ജുംന തക തക തിമ്മി താത്തോ തെയ്യാരേ തക തെയ്യാരേ അല കയ്യിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചിക്കഥ പാടുന്നു. പുന്നമടക്കായലിന്ന് പുളകിതയായി പുഷ്പിണിയായി ചുണ്ടൻ വള്ളമിറങ്ങി തെയ്തൈ വള്ളം കളിമേളമുയർന്നു. ജുംന ജുംന തക തക തിമ്മി താത്തോ തെയ്യാരേ തക തെയ്യാരേ അല കയ്യിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചിക്കഥ പാടുന്നു. ജുജും
അക്കരെ നോക്കി തമ്പര കൊട്ടി ചുണ്ടൻ വള്ളം മുന്നോട്ട്, ഇക്കരെ നിൽക്കും വേളിപ്പെണ്ണെ കുരവയിടു കുഴലൂതടി പെണ്ണെ. തെയ്യന്താര പാടും പൂന്തോണി, പൊന്നലപ്പും കയ്യിൽ വീണ് നാടും പൂന്തോണി. ചെട്ടിനാടൻ പട്ടുചുറ്റി കുട്ടനാടൻ കുട്ടി പോലെ ഹോയ് 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 ഹോയ്. ജുംന ജുംന തക തക തിമ്മി താത്തോ തെയ്യാരേ തക തെയ്യാരേ. അലകൈയിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചി കഥ പാടുന്നു. പുന്നമടക്കായലിന്ന് പുളകിതയായി പുഷ്പിണിയായി ചുണ്ടൻ വള്ളമിറങ്ങി തെയ്തൈ വള്ളം കളിമേളമുയർന്നു. ജുംന ജുംന തക തക തിമ്മി താത്തോ തെയ്യാരേ തക തെയ്യാരേ. അലകൈയിൽ പൊൻതരിവളയിട്ട് കളിവഞ്ചി കഥ പാടുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണപ്പാട്ട് എന്നുള്ളപ്പോഴത്തേക്കും തുടക്കം ഇടാൻ വേണ്ടി ഒരു നല്ലൊരു ഓണാഘോഷത്തിൻ്റെ ഒരു പാട്ട്, അവസാനം ഇടാനായിട്ട് ഓണത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ വരുന്ന എന്നാൽ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട്, ഇടയിലിടയിൽ ഇങ്ങനെ ഓണത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ, വഞ്ചിപ്പാട്ട്, നേരത്തെ പാടിയ വഞ്ചിപ്പാട്ട്, ഇങ്ങനെ ഓണമായിട്ട് ബന്ധപ്പെട്ടത്. എന്നിട്ട് ഇനി പിന്നെ ഒരു ചിലപ്പോൾ ഭക്തിഗാനം, ഗുരുവായൂരപ്പ ഭക്തിഗാനം, പിന്നെ നല്ലൊരു മെലഡി ഉണ്ടാക്കാൻ ശ്രമിക്കും. അതും ഒരു വേറിട്ടൊരു മെലഡി, നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യാസം. അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടാണ്. ഷിബു ചക്രവർത്തി എപ്പോഴും കൂടെ ഉണ്ടാവും. ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഈ പാട്ടും അതേപോലെ നേരത്തെ പാടിയ കന്നി തേൻമൊഴിയെ എന്നുള്ള പാട്ടും ജുംന ജുംനയൊക്കെ പ്രിയദർശന് വലിയ ഇഷ്ടമായിരുന്നു. കറുത്ത പെണ്ണ ഇതിൻ്റെ പെട്ടാണ്. അങ്ങനെ പ്രിയദർശൻ എപ്പോൾ കമ്പോസിങ്ങിന് ഇരുന്നാലും വേണി അല്ല ഇഗ്നേഴ്സേ ചാലക്കുടി പുഴ ഒന്ന് പാട് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ എൻ്റെ ട്യൂണെങ്കിലും പാടിയാൽ മതി, ലിറിക്കില്ലെങ്കിലും. അപാര ഇഷ്ടമാണ്. അതെപ്പോഴും മനസ്സിലിങ്ങനെ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതെന്ന് കരുതിയിട്ട് ഇടക്കിടക്ക് ഞങ്ങളിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ പാട്ട് നമുക്ക് പാടാം. ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ പാർവണ ചന്ദ്രികയോ ഇതിലേ വന്നു സുരഭിലയാം രാവ് പുഞ്ചിരി തൂകി. ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ പാർവണ ചന്ദ്രികയോ ഇതിലേ വന്നു സുരഭിലയാം രാവ് പുഞ്ചിരി തൂകി. യാമിനി തൻ വാടിയിൽ പൂത്ത പൂക്കളെ വാനിലെ താരകങ്ങളെ കൂരിരുൾ കൂന്തലിൽ പൂമണിമാലയ ഭൂമിയെ പ്രേമാർദ്രമാക്കുന്നു നിങ്ങളും. ചാലക്കുടി പുഴയിൽ ചന്ദനം ചാർത്താൻ പാർവണ ചന്ദ്രികയോ ഇതിലേ വന്നു സുരഭിലയാം രാവ് പുഞ്ചിരി തൂകി. രഞ്ജിനി കാസറ്റിൻ്റെ അനേകം പാട്ടുകൾ, എത്ര പാട്ടുകളെന്ന് നമുക്കൊരു കണക്കില്ല, പല വെറൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു 3 ഓണപ്പാട്ടാണ് ഇപ്പം എനിക്ക് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഒരുപാട് നാളായി പാടിയിട്ട് റെക്കോർഡിങ്ങിന് പാടിയിട്ട് പിന്നെ ഇപ്പോഴായിരിക്കും പാടിയത്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഏറ്റവും കൂടുതൽ ഉസ്മാൻ തന്നെ, ഉസ്മാൻ്റെ ഉള്ളിലുള്ള സംഗീതം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നമ്മളിൽ നിന്ന് ഓരോരോ ഇനങ്ങൾ വരും. അല്ലാതെ ചിലപ്പോൾ വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഇത്രയും നല്ല ഇനങ്ങളൊന്നും വരണമെന്നില്ല. മറ്റൊരു കാര്യം, ഡെന്നീസ് ജോസഫിൻ്റെ മുറിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെയും ഒരു പ്രോത്സാഹനത്തോട് തന്നെയാണ് ഞങ്ങൾ പല പാട്ടുകളും ഉണ്ടാക്കിയിരുന്നത്. ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ചും മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം മൂളിക്കൊണ്ട് നടക്കണ കേൾക്കാൻ നല്ല രസമാണ്. അത് രണ്ടുപേരും നമ്മളോടൊപ്പം ഇല്ലെന്ന്, അത് വലിയൊരു സങ്കടം. അത് അകാലത്തിൽ പൊലിഞ്ഞു പോയവരാണ് അവർ ഈ പാട്ട് സ്വർഗത്തിലിരുന്ന് ആസ്വദിക്കുന്നുണ്ടാവും, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 1987 എൻ്റെ ജോലി ആൽബർട്ട്സ് കോളേജിലെ ലെക്ചർ ജോലി നഷ്ടപ്പെട്ടെങ്കിലും അധികം നാൾ എനിക്ക് ഇവിടെ ഈ നാട്ടിൽ ജോലിയില്ലെങ്കിൽ ഇഷ്ടംപോലെ നിറയെ എന്ന് കാസറ്റ് വർക്കുകളും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും സ്ഥിരമായ ജോലിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആവേലച്ചൻ എന്നെ വിളിച്ചിട്ട് ബേണിയുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഊട്ടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിൽ
ഒരു ചാൻസ് ഉണ്ട് മ്യൂസിക് ടീച്ചറുടെ, അപ്പോൾ പറഞ്ഞു വിടും, സ്റ്റുഡൻസ് കുറേ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റുഡൻസ് അല്ല അച്ചോ, ഞാൻ തന്നെ പോകാം. അയ്യോ വേണി പോകല്ലേ, വേണിക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ CSC പിന്നെ പ്രോഗ്രാംസ് ഉണ്ട്, ഒക്കെ എന്തിനാ കളയണത് എന്ന് പറഞ്ഞു. അതല്ല, ഒന്നാമത്തെ കാര്യം ആ സമയത്ത് പകൽ സമയം മുഴുവൻ പവർ കട്ട്, രാത്രി പാതിരാത്രിക്കാണ് നമ്മൾ വർക്ക് തുടങ്ങിയ പിറ്റേ ദിവസം 6 മണി വരെ, അതൊന്നും എനിക്ക് പറ്റില്ല. അത് രണ്ടാമത്തെ കാര്യം, എനിക്കിപ്പോൾ ഇനിയൊരു ഒരു മാറ്റം, ഈ സ്ഥലത്തുനിന്ന് മാറ്റം എനിക്ക് ആവശ്യമാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് എൻ്റെ ചാൻസാണ്, അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞത്തേക്ക് അച്ഛനും എന്നാൽ പിന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന്, സത്യം പറഞ്ഞെങ്കിൽ അവിടെ ചെന്നത് വലിയ ഉപകാരമായി. അതേ കാര്യം ഞാൻ ഇളയ പുത്രനാണ്, ആ ഫാദറിനെ കാണാണ്ട് വളർന്നതിൻ്റെ പേരിൽ ഇത്തിരി പുന്നാരം കൂടുതലായിരുന്നു എല്ലാവർക്കും. എന്നെക്കൊണ്ടൊരു കാര്യമായിട്ട് ചെയ്യില്ല. പക്ഷേ ഞാനവിടെ ഒറ്റക്കായി, തണുപ്പ്, ഇവിടെ 40 ഡിഗ്രി ഇപ്പോഴാണ്, എന്നാലും ഒരു 35 ഡിഗ്രി വരെയൊക്കെ വന്നിട്ടുണ്ടാവും അന്ന്. അവിടെ -4 ഒക്കെയാണ്. അപ്പോൾ അത്ര എക്സ്ട്രീം ക്ലൈമറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിജീവിച്ച് പോയി പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തു. പിന്നെ എല്ലാ പുതിയ സാഹചര്യങ്ങൾ, പുതിയ ഭാഷ, ഇംഗ്ലീഷ് മാത്രം, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ കൊണ്ടുള്ള ഒരു സൈനിക സ്കൂൾ സ്റ്റൈലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൻ്റെ അച്ചടക്കം, ചിട്ട, പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. അതിൻ്റെയൊക്കെ അത് വിജയിച്ച് കഴിഞ്ഞപ്പോഴുള്ളൊരു ധൈര്യം, ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് ലൈഫിൽ ചേഞ്ച് വന്നു. ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ടുള്ള സമയത്തും എന്തെങ്കിലും ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വർഷത്തെ ആ ഒരു വീട്ടിൽ നിന്ന് വിട്ട് നിന്നതിൻ്റെയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് ആൽബർട്ട്സ് കോളേജിലെ ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. അത് വേറെ കാര്യം, അത് എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള വിധത്തിൽ എൻ്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് പോയത്. പിന്നെയാണ് ഞാൻ ഇവിടെ വന്ന ശേഷമാണ്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ സ്ഥിരം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങാം, നീ ഉണ്ടെങ്കിൽ എനിക്ക് 100 പേരുള്ള എൻ്റെ ബലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിളിച്ച് എൻ്റെ ചേട്ടൻ്റെ സപ്പോർട്ടും കൂടി കൊണ്ട് ഞാൻ വിളിച്ച് പറയണേ ചെയ്ത്, ബോണി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫ്ലറിഷ്ഡായി. അത് 1 വർഷം 2 വർഷം കൊണ്ട് തന്നെ കേരളം മുഴുവനും പുറത്തുമൊക്കെ വളരെയധികം ഫ്ലറിഷ്ഡായ ഒരു ഓർക്കസ്ട്ര ട്രൂപ്പായിരുന്നു കൊച്ചിൻ മെലഡീസ്. ഇപ്പോഴും അവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മ്യൂസിക്കിൽ നന്നായി എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അങ്ങനെ കൊച്ചിൻ മെലഡീസ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഞങ്ങളൊരു മീറ്റിംഗൊക്കെ കൂടി. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ജോൺ ചാക്കോള മരിച്ചുപോയി, ഗിറ്റാർ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കെട്ടിടത്തിൽ, എറണാകുളത്തെ മെയിൻ സെൻറ്ററാണ്, ഷൺമുഖ റോട്ടിലെ ഡെക്കറേറ്റ് എന്ന കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നില നിങ്ങളെടുത്തോ, എനിക്കും അത് വേണ്ട, നിങ്ങൾ മ്യൂസിക്കിന് അത്രയും സ്പിരിറ്റുള്ള ആളാണ്, മൊത്തം നിങ്ങൾ പ്രാക്ടീസ് സ്പേസ് ആയിട്ട് എടുത്തോന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പിന്നെ വേറൊരാൾ സൗണ്ട് സിസ്റ്റം തന്നു, നമ്മുടെ രാജന്മാരായിട്ട്, ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയിലെ സ്പോൺസർ. പിന്നെ ഒരു കീബോർഡും തന്നു. IG ജോസഫ് തോമസ് സാറ് എൻ്റെ മകളെ ഞാൻ പിയാനോ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞ് എൻ്റെ ഒരു കീബോർഡ് എടുത്തോ. അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സഹായവും, അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ ഗംഭീര വിജയമായിരുന്നു എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ. അവിടെ നിന്ന് ഞങ്ങളുടെ പിറ്റേ ദിവസം തന്നെ അടുത്ത പ്രോഗ്രാം കിട്ടി. അവിടെ ഞങ്ങളുടെ നിക്കക്കളിയില്ലാത്ത പ്രോഗ്രാമായി, കേരളം മുഴുവനും ഓടി നടന്നുള്ള പ്രോഗ്രാമായിരുന്നു. അന്ന് ഗാനമേളക്ക് നല്ല സ്കോപ്പും ഉള്ള സമയമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഈ പ്രോഗ്രാം കിട്ടാൻ മറ്റൊരു വകുപ്പുണ്ട്. അപ്പോഴും ഉസ്മാൻ ഒരുപാട് സഹായിച്ചു. ഓർക്കസ്ട്ര ട്രൂപ്പ്, ബെസ്റ്റ് ഓർക്കസ്ട്ര എറണാകുളത്തുണ്ട്, നമുക്ക് ആരെയും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നല്ലൊരു ഗായകൻ, ഈ ഓർക്കസ്ട്രയ്ക്ക് പറ്റിയൊരു ഗായകനെ കിട്ടണം. അതെന്ത് ചെയ്യും ഉസ്മാനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്മാൻ പറഞ്ഞ ഒരു പാട്ടുകാരനുണ്ട്, പക്ഷേ അയാൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പ്രിയദർശൻ്റെ ആര്യ എന്നുള്ള സിനിമയിൽ പാടി. അപ്പോൾ പാട്ട് അന്ന് കാസറ്റിൽ ഗോപൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും അറിയാം കല്ലറ ഗോപൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഇപ്പോൾ. അപ്പോൾ മകള് നാരായണിയും പ്രശസ്തയായ പ്ലേബാക്ക് സിംഗറാണല്ലോ. അപ്പോൾ നല്ല പാട്ട്, നല്ല ശബ്ദം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഗോപനെ കണ്ടെത്തും, അതാണ് ഇപ്പോൾ നമുക്ക് ഒരു സംശയം. ഞാൻ പറഞ്ഞ MG ശ്രീകുമാരനെ വിളിച്ചു, ശ്രീകുട്ട ഗോപനെ ഞങ്ങൾക്ക് വേണം, എന്താണ് അതിൻ്റെ മാർഗം? അപ്പോൾ പറഞ്ഞ് പെരുമ്പാവൂർജിയുടെ സ്റ്റുഡൻ്റാണ്, പെരുമ്പാവൂർജി രാധാകൃഷ്ണൻ്റെ സ്റ്റുഡൻ്റാണ്, അദ്ദേഹത്തെ വിളിച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്പർ തന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ എന്നെ അറിയുകയും ചെയ്യാം, പെരുമ്പാവൂർജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരനാണല്ലോ. ആ വേണി ഇങ്ങോട്ട് പോര്, ഗോപൻ എൻ്റെ അടുത്ത് പഠിക്കുന്ന ആളാണ്, ഇന്ന ഒരു ഞായറാഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഗോപനെ ഞാൻ എൻ്റെ വഴി പറഞ്ഞു തരാം, എന്നിട്ട് പോയി, അല്ലെങ്കിൽ ഗോപനെ ഇവിടെ ഞാൻ വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അതേപോലെ തന്നെ ഞാൻ പോയത് ഭയങ്കര റിസ്ക് എടുത്താണ്. അന്ന് പെരുമൺ ദുരന്തം കഴിഞ്ഞിട്ട് കുറേ നാൾ ട്രെയിനൊന്നും ഓടില്ല.
ആ സമയത്ത് ആദ്യമായിട്ട് ട്രെയിൻ ഓടെയാണ്, ആരും കയറാനുള്ള ട്രെയിനിൽ. എനിക്ക് മ്യൂസിക്കിൻ്റെ മുമ്പിൽ വല്ല ജീവൻ വല്ലതും ഉണ്ടാകും. ഞാൻ നേരെ കയറി, ഞാൻ മാത്രം ഉണ്ടാക്കാൻ പാട്ടുമില്ലേ. എന്നിട്ട് ആ പെരുമൺ സമയം ഞാൻ ഒരിക്കലും മറക്കില്ല. പെരുമണ്ട് ആകുമ്പോഴത്തേക്കും വണ്ടി സ്ലോ ആയെങ്കിലും ഇതിങ്ങനെ നിൽക്കണം, ലീനിങ് ടവർ ഓഫ് പിസയിൽ കൂടി യാത്ര ചെയ്യണ പോലെയാണ് ഞാൻ യാത്ര ചെയ്ത്. ഇങ്ങനെ യാത്ര ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്വാസം തരവണ്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് പെരുമ്പാവൂർജിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഗോപൻ അവിടെ ഉണ്ട്. അപ്പോൾ ഗോപനും സ്ഥിരമായിട്ടൊരു നമ്പറും ഇല്ല, ഒന്നുമില്ല. ഗോപനപ്പോൾ ഇവിടെ മ്യൂസിക് കോളേജിൽ ഗാനപരിപാടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളേജിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വേണം ഗോപനെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നാലും ഗോപൻ വരാമെന്ന് പറഞ്ഞ് സന്തോഷമായി. ഫീമെയിൽ ആര് വേണം എന്ന് നോക്കണ്ടോ, അത് പിന്നെ എനിക്കറിയാം, നമുക്ക് പരിചയമുള്ള ഒരാളാണ് രാധിക തിലക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോപനും രാധിക തിലകും, പിന്നെ ഇന്ത്യ പാടാനായിട്ടൊരു അഷ്റഫ്, അയാൾ മരിച്ചുപോയി. പിന്നെ ബോണി തന്നെയാണ് തമിഴ് പാടണത്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്തൊരു മ്യൂസിക്കലി ഗുണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഗിറ്റാറിസ്റ്റായിരുന്നു, എൻ്റെ അകത്ത് ലീഡ് ഗിറ്റാറിസ്റ്റ്. കലാഭവനിൽ ഗിറ്റാർ വായിച്ചും കോറസിൽ ഗിറ്റാർ വായിച്ചിട്ടൊക്കെയുള്ള എനിക്ക് പരിചയം. അപ്പോൾ ഗിറ്റാറിസ്റ്റായി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കീബോർഡിസ്റ്റ് ഇനി വരാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇപ്പോൾ കീബോർഡ് വായിക്കാൻ ആളില്ല. എനിക്കാണെങ്കിൽ കീബോർഡിലെ ബട്ടണോ കാര്യങ്ങളോ കീബോർഡൊന്നും വായിക്കാൻ അറിയാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു ദൈവഗുരുത്വം കൊണ്ട് ഏത് ഇൻസ്ട്രുമെൻറ്റിനും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ധൈര്യവും, ഇതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. ഞാൻ ആ ഒരു പ്രാക്ടീസും ഇല്ലാണ്ട് നേരെ കീബോർഡിൽ കയറി ആ പരിപാടി കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ കീബോർഡിസ്റ്റായി. അപ്പോൾ ഗിറ്റാറിസ്റ്റ് വേറെ ആളെ വന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ CAC ജൂനിയർ ട്രൂപ്പിലും ചെയ്ത പോലെ അല്ലേ, എവിടെയാണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ കയറിയിരിക്കും. അപ്പോൾ ഗിറ്റാറിൻ്റെ കോഡും എൻ്റെ ബിറ്റുകളൊക്കെ അതും വായിക്കും. കീബോർഡിസ്റ്റ് വായിക്കേണ്ട കാര്യങ്ങളൊക്കെ വായിക്കും. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് ഒരിക്കൽ ദേവരായ മാസ്റ്റർ എന്നെ വിളിച്ചു. ദേവരായ മാസ്റ്റർ നേരിട്ടാണോ അല്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിളിച്ചപ്പോൾ ഞാൻ മാസ്റ്ററിൻ്റെ കൊയറിൽ എറണാകുളം മഹാരാജ് കോളേജിൽ കീബോർഡ് വായിക്കണം. അപ്പോൾ ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ടൈം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ അപ്പം മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് മാസ്റ്റർ കംപ്ലീറ്റ് നോട്ട്സൊക്കെ എഴുതി ഇങ്ങനെ വെച്ചേക്കും. കുറേ കോഡ്സ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോഡ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാസ്റ്റർ ഇന്ന് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് സമയമായപ്പോഴത്തേക്കും കോഡ്സൊക്കെ വായിച്ച് വലിയ സന്തോഷമായി. വലിയ തെറ്റൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് വായിച്ച് അപ്പോൾ മനസ്സിൽ അത് കയറി. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോറസിൽ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാസ്റ്റർ മാധുരി ചേച്ചിയും മാസ്റ്ററും കൂടിയുള്ളൊരു പ്രോഗ്രാം, അതും എറണാകുളം ഫൈൻ ആർട്സ് കോളേജ് തന്നെ. അപ്പോൾ അതിന് മെയിനായിട്ട് വായിക്കുന്ന ആൾ അന്ന് അയാൾക്കെന്തോ വേറെ പ്രോഗ്രാം, ഫോറിൻ പ്രോഗ്രാമായിട്ട് വന്നിട്ട് അയാൾ പോയി. കീബോർഡ് വായിക്കാൻ ആളില്ല. അപ്പോൾ കോറസ് പീറ്ററും പറഞ്ഞ് എടാ നീ വായിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ഈ മാസ്റ്റർ പാട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല, പുതിയ പാട്ടുകളായിരിക്കും എല്ലാം, നീ വായിക്കും, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് തലേ ദിവസം ചെറിയൊരു പ്രാക്ടീസൊക്കെ ചെയ്ത് അപ്പോൾ ബിറ്റൊക്കെ പഠിച്ചെടുത്ത്. അപ്പോൾ മാസ്റ്റർ വന്ന് അപ്പോൾ എന്നോട് പിന്നെ പേടിപ്പിച്ചു. മാസ്റ്റർ ചെറിയൊരു ബിറ്റ് തിരക്കുണ്ടെങ്കിലും അപ്പം പിണങ്ങും, അതാണ്. അപ്പോൾ ഞാൻ പേടിച്ചാണ്. പക്ഷേ മാസ്റ്ററിന് അതും വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, മാസ്റ്റർ വലിയ പ്രോത്സാഹനം തരെ ചെയ്ത്. അപ്പോൾ മാസ്റ്ററിൻ്റെ ആ ഉള്ളിലത്തെ ആ ഒരു നൈർമല്യം ഞാൻ അന്നാണ് ശരിക്കും മനസ്സിലാക്കിയത്. പിന്നെ എന്നെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് പോകാൻ പറ്റിയില്ല. മാസ്റ്റർ അത് നേരിട്ടാണ് വിളിച്ചത്. മാസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബേണി എന്നെ വന്ന് സഹായിക്കണം. അപ്പോൾ ജൂബിലി, ഗോൾഡൻ ജൂബിലിയുടെ മലയാള സിനിമയുടെ ഗോൾഡൻ ജൂബിലിയുടെ വലിയ ഗാനമുള്ള 2 ദിവസം 3 ദിവസം ഉണ്ട്. വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദാസേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിന് വന്ന് മാൻലിയും വായിക്കണമെന്ന് പറഞ്ഞു. മാൻലിൻ്റെ കഥ ഞാൻ വേറെ പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാസ്റ്റർ പറഞ്ഞാൽ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം കലാഭവനിൽ നിത്യേന എന്ന പരിപാടി, പിന്നെ ഞാൻ MSc ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരാഴ്ച ഇവിടെ നിന്ന് മാറി പ്രാക്ടീസ് എല്ലാം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെ ഒന്ന് വിട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തിരി പ്രയാസം തോന്നി. പിന്നെ അതിന് വേറൊരാളെ കണ്ടെത്തണ്ടേ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതല്ലാണ്ട് ബാക്കി എല്ലാം കൊണ്ടും അവസാനം മാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ സീരിയസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജേഷനോട് പറഞ്ഞു എന്ത് വന്നാലും ഇന്നത്തെ ട്രെയിൻ പോയാലും കുഴപ്പമില്ല. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാസിൽ നിന്ന് ആഴ്ചയിൽ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവായിരുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ എഞ്ചിനീയറോട് പറഞ്ഞ്, എഞ്ചിനീയർ ദിനേശ് ദും 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 പിന്നെ അപ്പം നമ്മളൊക്കെ പാട്ട് പാടിയിരിക്കണം. എഞ്ചിനീയർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം കൊട്ടാരം വീട്ടിലെ പോട്ടെ കണ്ടും. അപ്പോൾ ചേട്ടന് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് തീർക്കണം, ഞങ്ങൾക്ക് 7 മണിക്ക് ട്രെയിനുകളിലാണ്, അവിടെ ചെന്നിട്ടും വർക്കുകളിലാണ്, സിനിമ വർക്ക് തന്നെ, അതിൻ്റെ പേരിൽ മാസ്റ്ററിനെ കാണാനെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ആ പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് തീർക്കാമെന്നു. പക്ഷേ അപ്പോഴേക്കും എന്തോ കറണ്ട് പോക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നം കാരണം അന്ന് വരാൻ പറ്റില്ല. അപ്പോൾ മാസ്റ്റർ കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും പിന്നെ അറിയണത് മാസ്റ്റർ മരിച്ചു എന്നുള്ളതാണ്. ആ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. അത് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായാലും മാസ്റ്ററിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നന്മ ഒരുപാട് പേർക്കൊന്നും ഇല്ല. അത്രയ്ക്കധികം നന്മയുള്ള മനുഷ്യനാണ് ദേവരായ മാസ്റ്റർ. ഓക്കെ.
പിന്നെ ഇത്തിരി ഒരു മ്യൂസിക്കിനോടുള്ള അത്ര ആവേശം കാരണം കുറച്ച് നിർബന്ധ ബുദ്ധിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും അത്രയും ജീനിയസ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ. അതേപോലെ ജെറി മാസ്റ്ററായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ബന്ധമാണ്. മലയാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വലിയ ജീനിയസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് ജെറി എം.എൽ. ദേവ് എന്ന് ഉള്ള ജെറി മാസ്റ്റർ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ജെറി മാസ്റ്റർ. ഓക്കെ. ജെറി മാസ്റ്ററുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഗിറ്റാർ വെസ്റ്റേൺ നോട്ട് സമ്പ്രദായത്തിൽ പഠിച്ചത് റെക്സ് മാസ്റ്റർ എന്നാണ്. അപ്പോൾ റെക്സ് മാസ്റ്ററാണ് CACയിലെ എല്ലാം ഓൾ കേരള ലെവലിൽ തന്നെ ഒരുപാട് വയലിൻകാരെ വാർത്തെടുത്ത. ഇപ്പോഴും എവിടെയെങ്കിലും വയലിൻകാർ ഒരു 10 പേരെ 20 പേരെ വായിക്കണമെങ്കിൽ അതിൻ്റെ തലതൊട്ടപ്പൻ റെക്സ് മാസ്റ്റർ തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് കേരളത്തിലുണ്ടാകുമ്പോഴല്ല. അങ്ങനെ റെക്സ് മാസ്റ്റർ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ഒരു വലിയ സംഗീതജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, സംഗീത സംവിധായകൻ, ന്യൂയോർക്കിൽ നിന്നാണ് പറഞ്ഞത്, അമേരിക്കയിൽ നിന്ന്, ഏത് സ്ഥലത്താണെന്ന് മറന്നുപോയി. അദ്ദേഹം എന്നെപ്പോലെയല്ല, വലിയൊരു മനുഷ്യനാണ്, ഒരുപാട് നോളജ് ഉണ്ട്, സംഗീതത്തിൽ തീസീസ് എഴുതിയ ആളാണ്, പിന്നെ കോറൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഗ്രേറ്റാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ അറിയാവുന്ന നൗഷാദിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു, നൗഷാദ് സാബിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ജെറി എം.എൽ. ദേവ് എന്ന് വിളിക്കുന്ന ജെറി മാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും. വന്നിട്ട് നമുക്കിവിടെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിങ്ങിന് ബേണിയും പങ്കെടുക്കണം എന്ന് പറഞ്ഞു, ഒരു ഞായറാഴ്ച. അങ്ങനെ ഞാനവിടെ ചെന്ന് സ്റ്റുഡിയോ അല്ല അന്നൊരു ഹോള് മാത്രമേ ഉള്ളൂ. ഹോളിൽ കുറേ താൽക്കാലികമായിട്ട് കുറച്ച് ആക്കൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ വലിയ സ്റ്റുഡിയോയുടെ പോലത്തെ കൺസോളോ കാര്യങ്ങളോ ഒന്നുമില്ല. അച്ഛൻ്റെ കയ്യിലുള്ള ഒരു സോണിയുടെ ഒരു സ്പൂൾ ഡെക്കിൽ, പിന്നെ രാമുവിൻ്റെ ആരാണ്ടിൻ്റെ ഒരു സഹായത്താൽ കുറച്ച് മൈക്രോഫോണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കാൻ ചെന്നപ്പോഴത്തേക്കും അക്വസ്റ്റിക് ഗിറ്റാർ വായിച്ചാൽ നിർത്താം. അവർ 5 പേര് തന്നെ അക്വസ്റ്റിക് ഗിറ്റാർ വായിക്കാനവരുണ്ട്. പിന്നെ അപ്പോൾ റെക്സ് മാസ്റ്റർ എന്തൊക്കെ നൊട്ടേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ഗിറ്റാറുണ്ട്, ബേസ് ഗിറ്റാറുണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഓർക്കസ്ട്രക്കാർ, ആ ഹോള് നിറച്ച് ഓർക്കസ്ട്രക്കാരുണ്ട്, കുറേ വയലിസ്റ്റുകളുണ്ട്, കുറേ കോറസ് സിംഗേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഓർക്കസ്ട്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജെറി മാസ്റ്റർ വന്നു, ഒരു പൊക്കം കുറഞ്ഞിട്ടൊരാൾ വന്ന്, സ്വതവേയുള്ള ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടി കൂടിക്കലർന്ന ഇത് വന്നു. ഒരു രാത്രി വരെ ഇരുന്ന് ബാലൻസൊക്കെ ചെയ്ത് ആ പാട്ട് റെക്കോർഡ് ചെയ്തെങ്കിലും അത് അത്ര സക്സസ്ഫുള്ളായിട്ട്, അതുണ്ടെങ്കിൽ അവനൊരു വലിയ ഹെവി ഓർക്കസ്ട്ര ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ സംവിധാനം അവിടെ ഇല്ലായിരുന്നു. അതങ്ങനെ തീർന്നു. പക്ഷേ അതിന് ശേഷം ഉള്ള ഓരോ വർക്കിനും എന്നോട് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റോ ചോദിക്കും, വേണിക്ക് സൗകര്യം ഉണ്ടാവും വരാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ബാൻജോ വായിക്കാൻ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ലോനപ്പൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ജോൺ, ചാക്കോള ജോൺ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബാൻജോ തന്നായിരുന്നു, ജർമ്മൻ ബാൻജോ, വേൾഡ്സ് ബെസ്റ്റ് ബാൻജോ ആണത്. അത് ഇപ്പോൾ ഇത്തിരി കേടായി, അങ്ങനെ വായിക്കാൻ പറ്റാത്ത പോലെയായി. അപ്പോൾ ആ ബാൻജോ എൻ്റെ പേരിലും ജെറി മാസ്റ്റർ എന്നെ നൊട്ടേഷൻ മാത്രമല്ല, ഈ മറ്റേ ആൽബർട്ട്സിൻ്റെ മത്സരത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ള എൻ്റെ പേരിലുമൊക്കെ ആ സ്നേഹം കൊണ്ട് എന്നെ വിളിക്കും. തരങ്ങണിയിൽ ആദ്യമായിട്ട് 1982 എനിക്ക് തോന്നുന്നത്, ആദ്യമായിട്ട് ഒരു ബൂത്തിലിരുന്ന് ഞാൻ ബാൻജോ വായിക്കുന്നത്. പി ഭാസ്കരൻ മാഷാണ് ലിറിക്ക്. പിന്നെ ദാസിയേട്ടനാണ് പാടേണ്ടതെങ്കിലും അന്ന് ട്രാക്ക് പാടിയത്, ട്രാക്ക് സംവിധാനമൊക്കെ വന്നെന്ന് 8 ട്രാക്ക് ഉണ്ടല്ലോ തരങ്ങണിയിൽ, അന്ന് അവിടെ മാത്രമേ ഉള്ളൂ 8 ട്രാക്ക്. തൊട്ട് ഓപ്പോസിറ്റ് ഇരുന്നാണ് MG ശ്രീകുമാർ ട്രാക്ക് പാടുന്നത്. പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പോർഷനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദാസേട്ടൻ പാടുന്നത്. അപ്പോൾ ആ പാട്ട് പക്ഷേ ഞാൻ പിന്നെ കേൾക്കേണ്ടത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ 82 അമേരിക്കയിൽ പോയി ഒരു കാറിൽ വെറുതെ ഇങ്ങനൊരു പാട്ട് ഇട്ടപ്പോഴത്തേക്കും ഞാൻ വായിക്കണ ബിറ്റാണ്.